പ്രസ്തുത ആക്ടിലെ നിർദ്ദേശങ്ങളനുസരിച്ച് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 1996 ഫെബ്രുവരി മാസം 15 മുതൽ 3%, തുടർന്ന് 2019 ഏപ്രിൽ മാസം 19 മുതൽ 4% സംവരണം നൽകി PSC വഴി നിയമനം നടത്തിവരികയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെയും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവരെ നിയമിക്കുന്നത് സംബന്ധിച്ച് മറ്റ് ജീവനക്കാരുടെ നിയമന അംഗീകാരം സംബന്ധിച്ചും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു പോരുന്നത്. സംസ്ഥാനത്തെ ഓരോ എയ്ഡഡ് സ്കൂളുകളിലും ഭിന്നശേഷി നിയമനം പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ 2018 നവംബർ 18-നും 2021 നവംബർ 8-നും ഒഴിവുകളിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും 2021 നവംബർ 8-ന് ശേഷം ഉണ്ടായ ഒഴിവുകളിൽ നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നതുമാണ് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിച്ചത്. മേൽ സൂചിപ്പിച്ച കോടതി ഉത്തരവുകൾക്കനുസൃതമായി മാത്രമേ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളൂ. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രകാരം പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാർക്ക് ചട്ടപ്രകാരം സാധ്യമായ എല്ലാ ആനുകൂല്യങ്ങളും പെൻ നമ്പർ, ലീവ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, സ്ഥാനക്കയറ്റം ഇതെല്ലാം നൽകുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് ചില തെറ്റിദ്ധാരണപരമായിട്ടുള്ള പ്രചരണം നടക്കുന്നത്. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള മറ്റ് ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിന് നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല. ദയവേത് നിങ്ങൾ ഇതൊക്കെ ഒന്നൊരു മാധ്യമങ്ങൾ കൊടുക്കണം. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നായർ സർവീസ് സൊസൈറ്റി ഫയൽ ചെയ്ത ഹർജിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനത്തിന് മാറ്റിവച്ചിട്ടുള്ള തസ്തികയിൽ ഒഴികെ മറ്റൊഴിവുകളിൽ റെഗുലർ സ്ഥിര നിയമനം നടത്തുവാൻ അനുമതി നൽകുകയും അപ്രകാരം നിയമിതരായവരുടെ സേവനകാലം ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം ക്രമീകരിക്കുവാൻ നിർദ്ദേശം നൽകുകയുണ്ടായി. പ്രസ്തുത ഉത്തരവിൽ നായർ സർവീസ് സൊസൈറ്റിയും മറ്റ് മാനേജ്മെന്റുകളും അവരുടെ കീഴിലുള്ള സ്കൂളുകളിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ നിയമന നടപടികൾ ത്വരിതപ്പെടുത്തുവാനും ബഹുമാനപ്പെട്ട കോടതി പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. മേൽ വിധിന്യായ നായർ സർവീസ് സൊസൈറ്റി മാനേജ്മെന്റിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകമെന്നാണ് സർക്കാരിന് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ച നിയമ ഉപദേശം. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും നിയമവകുപ്പ് സെക്രട്ടറിയും പങ്കെടുത്ത 2025 ഒക്ടോബർ മാസം 13-ലെ യോഗ തീരുമാനപ്രകാരം NSS കേസിലെ വിധിന്യായം മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അനുമതി തേടുന്നതിന് SLP, അതാണ് പ്രധാനപ്പെട്ട കാര്യം, SLP 9566/2023 നമ്പർ കേസിൽ സർക്കാർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി 2025 നവംബർ 17-ന് ഹർജി പരിഗണിക്കുകയും സർവീസ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും പരിഗണിക്കുന്നതിനു വേണ്ടി ഉത്തരവാവുകയും ചെയ്തു. ഈ കേസ് 2022 ജനുവരി മാസം 27-ന് കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരികയാണ്. 27-ാം തീയതി നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയിലുള്ള മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ്, സുപ്രീം കോടതി നൽകിയിട്ടുള്ള ഉത്തരവ്, അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയിലുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇനി വേറെ ആരെങ്കിലും ഈ സർക്കാരിന്റെ നയം പറഞ്ഞാൽ ഞാനത് ഉത്തരവാദിയല്ല. അതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ശമ്പള സ്കെയിലിൽ തുടരുന്നവർക്കും ദിവസവേതന അടിസ്ഥാനത്തിൽ തുടർന്നവർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കും. ഇതിലേക്കായുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളിൽ തീർപ്പാക്കുവാൻ അവശേഷിക്കുന്ന നിയമന അംഗീകാര ഫയലുകൾ തീർപ്പാക്കുന്നതിനായി സംസ്ഥാനതല അദാലത്തുകൾ
ഈ മാസം ഈ അദാലത്തിലൊന്നും പരാതി പറയുന്നവർക്ക് താല്പര്യമില്ല. അപേക്ഷ വന്നേക്കുന്നത് വളരെ കുറവാണ്. അദാലത്തുകൾ ഈ മാസം 23, 27, 29 തീയതികളിലായി 3 മേഖലകളിലായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2023 ഒക്ടോബർ 30 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമന നടപടികൾ സമയബന്ധമായി പൂർത്തീകരിക്കുന്നതിന് ഒരു സംസ്ഥാനതല സമിതിയും ജില്ലാ സമിതിയും രൂപീകരിച്ച് ചുമതലകൾ നിശ്ചയിച്ചും 2025 മാർച്ച് മാസം 24 ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. നിലവിൽ സെക്കൻഡറി തലം വരെയുള്ള ജില്ലാ സമിതികളുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള 450ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ 2026 ജനുവരി മാസം 23 കൈമാറുന്നതാണ്. അതായത് ഈ കമ്മിറ്റി വന്ന ശേഷം ഞങ്ങൾ മുൻകൈയെടുത്ത് നടത്തിയ പരിശ്രമത്തിന്റെ ഫലമായി 450ഓളം ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി മാസം 23 അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈമാറുകയാണ്. ഇതിലെ ആക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയത് പരിഹരിക്കുന്നതിന് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതുമാണ്. ജില്ലാതല സമിതികൾ മുഖേനയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ വർഷം ഒരിക്കൽ കൂടി നടത്തുന്നതുമാണ്. ജില്ലാതല സമിതികൾ മുഖേനയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമന നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇത് സംബന്ധിച്ച ഒരു നടപടി റിപ്പോർട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആയത് സമർപ്പിക്കുന്ന അവസരത്തിൽ NSS മാനേജ്മെന്റിന് നൽകിയ അതേ ആനുകൂല്യം മറ്റ് സമാന മാനേജ്മെന്റുകൾക്ക് നൽകുന്ന കാര്യത്തിൽ എത്രയും വേഗം തീരുമാനം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നതുമാണ്. ഈ വിഷയത്തിൽ സർക്കാരിന് തുറന്ന സമീപനമാണുള്ളത്. ആരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്ന സർക്കാരിന്റെ നയമല്ല. അധ്യാപകർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭ്യമാക്കുന്നതിനുള്ള സത്വര നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലകളിലായി റെക്കോർഡാണ് ഈ 5 വർഷം കൊണ്ട് 30,564 അധ്യാപക നിയമനത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. 30,564 അധ്യാപക നിയമനത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 15,050 തസ്തികകൾ PSC വഴിയാണ്. ബാക്കി മുഴുവൻ എയ്ഡഡ് മാനേജ്മെന്റിനാണ്. അപ്പൊ അതായത് 15,050 30,564 മൈനസ് 15,050 കുറച്ചാൽ കിട്ടുന്ന ബാക്കി ഭാഗം എയ്ഡഡ് മാനേജ്മെന്റാണ്. ഒരു കാലഘട്ടത്തിൽ എയ്ഡഡ് മാനേജ്മെന്റ് ഇത്തിരി അംഗീകാരം കിട്ടിയിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ കൺക്ലൂഷൻ അവസാനത്തെ 2 കാര്യം ഞാൻ പറയാം. പിന്നെ 5 ജഡ്ജ്മെന്റ് ഡീറ്റെയിൽസിന്റെ പാരഗ്രാഫ് 5 ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സംവരണം 2016 ഭിന്നശേഷി നിയമത്തിലെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് സംസ്ഥാനത്തിന് താൽപര്യമെന്നാണ് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ കൌൺസിൽ ശ്രീ PV ദിനേശ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യപ്പെട്ട ഉത്തരവ് റദ്ദാക്കുകയും മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഒഴികെ ബാക്കിയുള്ള ഒഴിവുകൾ നികത്താൻ വാദികൾക്ക് അനുവാദം നൽകുന്നു. NSSന് അനുവാദം നൽകുന്നു. ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുമ്പോൾ നിയമനത്തിന് അർഹതയുള്ള എല്ലാ ഇൻ സർവീസ് ജീവനക്കാരുടെയും സേവനങ്ങൾ ക്രമപ്പെടുത്തുന്നതാണ്. ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകൾ എത്രയും പെട്ടെന്ന് നികത്താൻ സമാന സാഹചര്യങ്ങളിലുള്ള മറ്റ് സൊസൈറ്റികളും നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സുപ്രീം കോടതി പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇത് മിക്കവാറും ഒരു വളരെ വലിയ സമയമെടുക്കാതെ തന്നെ സുപ്രീം കോടതിയിൽ സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റിനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ വസ്തുതകൾ ഇതായിരിക്കെ ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഉള്ള സമരമാർഗങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് മേൽനോട്ടം വഹിക്കുന്നത് ദയവ് ചെയ്ത് വസ്തുതകൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിലുള്ളത് ഭിന്നശേഷിയുടെ പ്രശ്നം നിയമവും ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അതെല്ലാം കൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇത്രയും ആത്മാർത്ഥമായി ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് യോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ടും വീണ്ടും ഒരു സമരത്തിലേക്ക് പോകാനും തെറ്റായ നിലയിലുള്ള പ്രചരണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ വിനീതമായി പറയാനുള്ളത്. എന്തു തന്നെയായിരുന്നാലും NSSന്
സുപ്രീം കോടതി അനുവദിക്കപ്പെട്ട ആനുകൂല്യം മറ്റ് മാനേജ്മെന്റിനും അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ഉറച്ച നിലപാടാണ് കേരള ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇനി എടുക്കാനും പോകുന്നു. എനിക്ക് ഈ നമ്മുടെ ഗൃഹസന്ദർശന പരിപാടിയുമായി ബന്ധപ്പെട്ട് MA ബേബി പാത്രം കഴുകി ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകിയെന്ന് സംബന്ധിച്ചിടത്തോളം കളിയാക്കിക്കൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ധാരാളം വാർത്ത വന്നിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തവര് 1ാം ക്ലാസ് പുസ്തകത്തിലെ പാഠഭാഗം വായിക്കണം. കാരണം ഇതെല്ലാം നമ്മൾ ശീലിച്ചു വരികയാണ് കുട്ടിക്കാലത്ത് തന്നെ. നമ്മൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരൊന്നും അല്ലല്ലോ പാത്രം കഴുകാതെ ഇരിക്കാൻ വേണ്ടി. ആ മനോഭാവം ഉള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായി വരും. അച്ഛാ, നമുക്ക് വീട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു, ശരി, നല്ല കാര്യം. ആരാ മുറ്റമടിക്കുന്നത്? ഞാനടിക്കാം. ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി. ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. അമ്മ ജനലിലെ പൊടി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ടോയ്ലറ്റോ? ചേച്ചി ചോദിച്ചു. അത് ഞാൻ തന്നെ വൃത്തിയാക്കാം, അച്ഛൻ പറഞ്ഞു. അല്പസമയത്തിനകം ജോലി തീർന്നു. ഇപ്പോൾ വീട് എന്ത് സുന്ദരം. എനിക്ക് ആനന്ദമായി. അതിന്റെ കൂട്ടത്തിൽ അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല. നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല. 1ാം ക്ലാസ്സിലെ കുട്ടികളെ ഉള്ള 1ാം ക്ലാസ് പുസ്തകത്തിലെ പാഠഭാഗമാണ്. നമ്മുടെയൊക്കെ എല്ലാവരും വീടുകളിലും കുട്ടികളിത് പഠിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ പ്രോത്സാഹനം നൽകുന്ന നിലയിലും അതിനെ ആശംസിച്ചുകൊണ്ടാണ് വരേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകി വയ്ക്കുക എന്നത് ഒരു പുതിയ കാര്യമല്ല. ഡൽഹിയിലെ AKG ഭവനിലായാലും തിരുവനന്തപുരത്തെ AKG സെന്ററിലായാലും അത് ഞങ്ങളുടെ രീതിയും ശീലവുമാണ്. ബേബി സാഹിബിനെ അടുത്തറിയുന്നവർക്ക് അറിയാം. അദ്ദേഹം ഒരു വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ ഇത് ചെയ്ത് പാത്രം കഴുകുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. തുണി കഴുകൽ, പാചകം, വീട് വൃത്തിയാക്കൽ, കക്കൂസ് കഴുകൽ തുടങ്ങിയ ജോലികളെല്ലാം മോശപ്പെട്ട പണികളാണെന്നും അവയൊക്കെ സ്ത്രീകളോ അല്ലെങ്കിൽ സമൂഹത്തിലെ താഴേക്കടയിലുള്ളവർ ചേർന്ന് ചെയ്യേണ്ടതെന്നാണ് ഒരു രീതിയുണ്ട്. പുരുഷന്മാർ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പഴഞ്ഞ ഫ്യൂഡൽ മാടമ്യത്തരവും ഉള്ളിൽ പേർന്നവർക്ക് ഒരാൾ സ്വന്തം പാത്രം കഴുകുമെന്ന് കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടായേക്കാം. ഏതൊരു തൊഴിലിനും അന്തസ്സുണ്ടെന്നും സ്വന്തം കാര്യം നോക്കുന്നത് ആത്മാഭിമാനത്തിന്റെ ഭാഗമാണെന്നും തിരിച്ചറിയാനുള്ള പക്വത ഈ കൂട്ടർക്ക് ഇല്ലാതായിപ്പോയി. എനിക്ക് ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നത് ഒരിക്കലും കുറച്ചിലല്ല, മറിച്ച് അതൊരു വലിയ ഗുണമാണ്. പഠനത്തോടൊപ്പം തന്നെ വീട്ടിലെ ചെറിയ ജോലികൾ ചെയ്യാനും ആൺകുട്ടികൾ പാചകവും പാത്രവും കഴുകലും അടക്കമുള്ള കാര്യങ്ങൾ ശീലിക്കുന്നതും നല്ല സംസ്കാരത്തിന്റെ ഭാഗമാണ്. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ലിംഗഭേദമില്ലാതെ എല്ലാ ജോലികളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പുതിയ തലമുറയായി നിങ്ങൾ വളർന്നു വരണം. ജീർണിച്ച ചിന്താഗതികളെ അവഗണിച്ചുകൊണ്ട് അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകുന്നത് മോശമാണെന്ന് കരുതുന്നവർക്ക് മറുപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1ാം ക്ലാസ്സിലെ കുരുന്നുകൾക്ക് നൽകുന്ന പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്. പാഠപുസ്തകം ഇതാണ്, 1ാം ക്ലാസ്സിൽ. അത് ആരോ എടുത്ത് പ്രചരിപ്പിച്ചാണ്, അയാളുടെ പ്രചരിപ്പിച്ചാണ്, ആരോ എടുത്തയാണ്, അല്ലാതെ PR അല്ല.
ഞങ്ങൾക്ക് അത് അങ്ങനെ വിശദീകരിക്കുന്നവർക്ക് അങ്ങനെ വിശദീകരിക്കാം. ഞങ്ങളുടെ പാർട്ടി നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ക്യാമ്പയിൻ എടുക്കുമല്ലോ. അത് എല്ലാ ഈ മഞ്ഞക്കണ്ണുള്ളവർക്ക് കണ്ടുകൂടും. മഞ്ഞക്കണ്ണാടി വെച്ചാൽ എല്ലാ കാര്യങ്ങളും മഞ്ഞയായിട്ട് തോന്നുമല്ലോ. ഇതിലൊരു നല്ല ഭാഗം കൂടെ കാണാം. ഞങ്ങൾ എന്തായാലും ഇറങ്ങുന്നില്ല ഇത്രയും വീടുകളിൽ. സഭയില് ഇന്ന് സഭയില് സംഭവിച്ചത് ക്വസ്റ്റൻ അവർ ഇല്ലായിരുന്നു. അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊടുത്തില്ല. സാധാരണഗതിയിൽ ഏത് വിഷയത്തിനും അടിയന്തര പ്രമേയം അനുവദിക്കുന്ന സമീപനമാണ് സ്പീക്കർ എടുക്കാറുള്ളത്. ശബരിമല സ്വർണ്ണ പാളി കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് സ്പീക്കറുടെ മുഖം മറച്ച് സമരം നടക്കുകയാണ് ചെയ്തത്. അപ്പോ പ്രതിപക്ഷം സ്വർണം കെട്ടത് ആരപ്പ, അത് സഖാക്കളാണപ്പ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച്, ഇപ്പുറത്ത് ഭരണപക്ഷത്തുനിന്ന് സ്വർണം കെട്ടത് ആരപ്പ, അത് സോണിയാഗാന്ധി ആണപ്പ അത് പറഞ്ഞ് ഇപ്പുറത്ത് മുദ്രാവാക്യം വിളിച്ചു. അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിയുടെ ഒരു സഭയായിരുന്നു. അപ്പൊ അതിനിടയിൽ എന്റെ സബ്മിഷനൊക്കെ മുങ്ങിട്ടു. പിന്നെ ഞാൻ കുറച്ച് 2-3 മുദ്രാവാക്യം മൈക്കുകൾ വിളിച്ചു കൊടുത്തു. ഇതാണ് ഉണ്ടായത് സാറേ. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ വയ്യാത്തത് ഇവിടെ പിന്നെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു, തന്ത്രി അറസ്റ്റ് ചെയ്തു, പിന്നെ പോറ്റി അറസ്റ്റ് ചെയ്തു. ഇത്രയും പേര് അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് 2 പ്രാവശ്യം ഹൈ സെക്യൂരിറ്റിയുള്ള UPA ചെയർപേഴ്സൺ ആയിരുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം ഏലസ് കെട്ടുന്നതിന് വേണ്ടി പോയപ്പോ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താലല്ലോ എന്തിനു വേണ്ടി അവിടെ വന്നു, ഏലസ് എവിടെ നിന്ന് വന്നു, എന്തൊരു ഏലസ് ആയിരുന്നു, എത്ര പവൻ ഉണ്ടായിരുന്നു എന്നെല്ലാം കിട്ടുള്ളൂ. അതിലും മുമ്പും അവരെ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ആ കുടുംബത്തെ വേട്ടയാടിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിനോടൊന്നും എല്ലാ കാര്യങ്ങളും യോജിക്കുന്നില്ല. പക്ഷെ അതൊരു പുതിയൊരു കാര്യമല്ലെന്ന് ഞാൻ പറയാം. അല്ല, അറസ്റ്റ് ചെയ്യണോ തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. അവർക്ക് ആവശ്യപ്പെടാതെ പറ്റുള്ളൂ. എന്നാണല്ലോ ഞാൻ കടകംപള്ളിയിലെ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും തെളിവ് തരില്ലല്ലോ. കണ്ടെന്നല്ല ഇതിൽ ഏറ്റവും ഗൗരവമുള്ള ചിത്രം ഏതാണ്? സ്വർണം 2 പ്രാവശ്യം കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്ത് അതിന്റെ ഗൗരവമുള്ള വിഷയം. അത് റോളുണ്ടോന്ന് പറയുന്നില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ എന്തിനു പോയി? 2 പ്രാവശ്യമാണ് പോയത്. അതും പിന്നെ എംപിമാരും കോൺഗ്രസിന്റെ എംപിമാരും ദേവസ്വത്തിന്റെ അന്നുണ്ടായിരുന്ന ഭാരവാഹികളും കൂട്ടിക്കൊണ്ടാണ് പോയത്. 1 പ്രാവശ്യം മനസ്സിലാക്കാം, 2 പ്രാവശ്യം എന്തിനു പോയി? അത് ആൾക്കാർക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പിന്നെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് അറസ്റ്റ് ചെയ്യണോ വേണ്ടെന്നെല്ലാം തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. നമുക്കും പത്രക്കാർക്ക് ആവശ്യപ്പെടാം, അവർക്ക് പ്രത്യേക താല്പര്യം വെച്ച് ആവശ്യപ്പെടാം. ഇന്നയാൾ അറസ്റ്റ് ചെയ്യണം, ഇന്നയാൾ അറസ്റ്റ് ചെയ്യണം, അതൊക്കെ പ്രത്യേക താല്പര്യം വെച്ച് ആവശ്യപ്പെടാം. അതുപോലെ ഇപ്പൊ ഞാൻ പറയണമെന്നില്ലല്ലോ. അല്ല, അവരുടെ വിവരങ്ങൾ ആരായുന്നതിന് വിവരങ്ങൾ ആരായല്ലോ. അവരുടെ ചോദ്യം ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. അതിലൊന്നും ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഇല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, എന്റെ അഭിപ്രായം ഞാനും പറഞ്ഞു.
ലോജിക്കിന്റെ 2 പ്രാവശ്യം അവർ മുൻപ് സോണിയാഗാന്ധി ചോദ്യം ചെയ്യൽ വിധേയമായിട്ടില്ല. അത് പിന്നെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. ഇപ്പൊ എനിക്ക് എന്റെ സമനിലയ്ക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമനിലയ്ക്കുള്ള പ്രകടനം ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ദിവസമായിട്ട് സമനിലയ്ക്കുള്ള പ്രവർത്തനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം മുഖ്യമന്ത്രിയുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്നവരും കൂടി വരണം പ്രതിപക്ഷ നിരയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സമനിലയുടെ പ്രശ്നം ഉണ്ടാവുമല്ലോ. അല്ലാതെ വെറുതെ ഇത് പറയട്ടെ എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു ചേരാത്ത പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. അങ്ങേക്ക് തോന്നണമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ചോദിച്ചാൽ അറിയാതെ ഞാൻ കേട്ടുമില്ല. ഒരു ചോദ്യം ചെയ്യല് കുഴപ്പമൊന്നുമില്ലല്ലോ, നടക്കട്ടെ. എനിക്കിട്ട് അതെ ഇനിയുണ്ടോ? ഞാൻ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന അത്ര പോലും പ്രശ്നങ്ങളൊന്നും ഇടപെട്ടില്ല. പിന്നെ എന്തിനാണ് എന്നെ ഈ സമനില തെറ്റിയെന്ന് പറയുന്ന കാര്യം? കാശുള്ളവന് ഇതിനപ്പുറത്തെ പിന്തുണ കിട്ടും. ഇപ്പോ PR ഏജൻസ് എന്ന് പറയുന്ന ആരാണ്? നിങ്ങൾ മാധ്യമപ്രവർത്തകരാണോ? നിങ്ങളുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, എഴുതുന്നു. കോടികൾ ചെലവഴിച്ചാൽ മാത്രമല്ലോ PR ഏജൻസിനെ കൊണ്ട് ഓരോരുത്തർക്ക് സർവേ നടത്താം. ഇപ്പൊ എനിക്കൊരു വലിയ തുക ഉണ്ടെങ്കിൽ എനിക്ക് നാളെ സർവേ നടത്തിയിട്ട് ഇന്ന ഏജൻസി സർവേ നടത്തിയിട്ട് ഞാനാണ് ഏറ്റവും മുന്നേ നിൽക്കുന്നത് എന്ന് പറയാം. ഇത് ഏതെങ്കിലും ഗവൺമെന്റ് ഏൽപ്പിച്ച സർവേ ആണോ? ഔദ്യോഗിക സർവേ ആണോ? കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ സർവേ ആണോ? വേറെ ഏതെങ്കിലും സ്വതന്ത്ര വിശ്വാസമുള്ള സ്വതന്ത്ര ഏജൻസി നടത്തിയിട്ടുള്ള സർവേ ആണോ? തെരഞ്ഞെടുപ്പിന്റെ 2 മാസങ്ങൾക്ക് മുമ്പേ എനിക്കാണ് ഏറ്റവും വലിയ പിന്തുണ ഉള്ളതെന്ന് അങ്ങ് പ്രഖ്യാപിക്കും. പൊട്ടിച്ച് എണ്ണുമ്പോൾ മാത്രമേ നമ്മുടെ സ്വാധീനം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ VD സതീശൻ എന്നോട് ഞാൻ ചോദിച്ചില്ല. സാധാരണഗതിയിൽ സർവേയുടെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, സർവേ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രചരണം നടത്തുന്നതെല്ലാം വൻപിച്ച കാശ് മുടക്കിയിട്ടാണ് നടത്തുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ വയനാട് നടന്നിട്ടുള്ള അവരുടെ പ്രവർത്തക സമ്മേളനത്തിലും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ സർവേ ഫലമൊക്കെ ധാരാളം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏതെല്ലാം ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടില്ലാത്തുള്ള ഇന്ത്യയിലെ ഓരോ ഓർഗനൈസേഷനും UDF എത്ര, LDF എത്ര, BJP എത്ര എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർവേ നടക്കും. ശരി, ഇനിയിപ്പോ നമ്മളുടെ ഇലക്ഷൻ വരെ എത്തിയല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.